നമസ്കാരം. ഇന്നത്തെ വിഷയം ഭയം. ഭയം ജന്തുക്കളുടെ ഒരു അടിസ്ഥാന വികാരമാണ്. എല്ലാ വികാരത്തെ പോലെ തന്നെയും ഭയം ഒരു അടിസ്ഥാന വികാരമാണ്. ഭയം നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയും പ്രതിരോധത്തിന് വേണ്ടിയും മുൻകരുതലായിട്ടും ഒക്കെ നമുക്ക് ഗുണപ്രദമാകുന്ന ഒരു വികാരമാണ്. അതിനുവേണ്ടി പ്രകൃതി ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു വികാരമാണ്. ഭയമുണ്ടാകുമ്പോൾ നമുക്ക് അമിതമായ ഊർജ്ജമുണ്ടാകും. ചിലപ്പോൾ ഊർജ്ജം നഷ്ടപ്പെട്ട് അർത്ഥപ്രജ്ഞരായി നിൽക്കുകയും ചെയ്യും. ജന്തുക്കളിൽ മനുഷ്യരൊഴിച്ച് ബാക്കി എല്ലാ ജന്തുക്കളിലും ഭയമുണ്ടാകുമ്പോൾ അവർ വളരെ ക്രിയാത്മകമാകും. അവർക്ക് എക്സ്ട്രാ എനർജി ഉണ്ടാവും. അവർ പരമാവധി രക്ഷപ്പെടാൻ ശ്രമിക്കും. പക്ഷേ മനുഷ്യൻ ചിന്താശേഷിയുള്ളതുകൊണ്ട് മനുഷ്യൻ ദുർബലനാവും. അവൻ അർത്ഥപ്രജ്ഞനാവും. അവൻ ഭയവിഹ്വലനായി ഒന്നും ചെയ്യാതെ നിഷ്ക്രിയനായി നിൽക്കും. നമ്മൾ കണ്ടു കാണും പല അപകടസന്ധിയിലും നിന്ന് അപകടത്തെ നേരിടുന്നത്. പല അപകടസന്ധിയിലും മനുഷ്യൻ പ്രതികരിക്കാൻ പറ്റാതെ നിൽക്കുന്ന പല ദൃശ്യങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഭയമില്ലായ്മ ചിലപ്പോൾ ധീരതയും ചിലപ്പോൾ മൂഢത്വവുമാണ്. ഭയമില്ലാത്തൊരു മനുഷ്യനും ഈ ലോകത്തില്ല. ഒരു ജന്തുവുമില്ല. എല്ലാ ജന്തുക്കൾക്കും ഭയമുണ്ട്. അവരുടെ ജീവൻ നിലനിർത്താൻ വേണ്ടിയുള്ള ഭയം എല്ലാ ജന്തുക്കൾക്കുമുണ്ട്. അത് മനുഷ്യരിൽ ഭയമില്ലായ്മ ചിലപ്പോൾ മൂഢത്വവും ചിലപ്പോൾ ധീരതയുമാണ്. മൂഢത്വമാവുന്നത് എപ്പോൾ എന്നുള്ളതാണ് വിഷയം. വരും വരായികൾ അറിയാതെ അനാവശ്യമായ കാര്യങ്ങളിൽ അഭ്യാസം കാണിച്ച് പണി വാങ്ങിച്ചു കിട്ടുന്നതാണ് മൂഢത്വം. അതാണ് പറയാം. ഒരാവശ്യവുമില്ലാതെ ആർക്കും ഒരു ഗുണവുമില്ലാതെ അവനവന് തന്നെ ദോഷം വരുന്നതും എന്നാൽ അതിൻ്റെ വരും വരായിക അറിയാതെയും എടുത്തു ചാടി പ്രവർത്തിക്കുന്നതാണ് മൂഢത്വം. എന്നാൽ ഭയമില്ലായ്മ ധീരതയാകും. അവനവനോ മറ്റുള്ളവർക്കോ ആവശ്യമായ അടിയന്തരമായ ഒരു ഘട്ടത്തിൽ ഭയം വെടിഞ്ഞ് ധീരതയോടുകൂടി പ്രവർത്തിക്കുന്നതാണ് ധീരൻ്റെ ഭയമില്ലായ്മ. അത് രണ്ട് തരത്തിലാണ് ഇപ്പം വരുന്നത്. എന്തായാലും ഭയം ഒരു അടിസ്ഥാന വികാരമാണ്. ഭയം ആവശ്യമാണ്. ഭയം കൂടിയാൽ കുഴപ്പം, ഭയം ഇല്ലെങ്കിലും കുഴപ്പമാണ്. രണ്ടും സന്തുലിതമായിരിക്കണം. സന്തുലിതമാണെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. എപ്പോഴും എന്തിനേയും ഭയന്ന് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അവരുടെ ജീവിതം വളരെ ദുരിതപൂർണ്ണമാണ്. സാധാരണ പലതിനെയും ഭയക്കാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ട്. അതും പ്രശ്നമാണ്. ഒരു ഉദാഹരണം പറയാം. രോഗഭീതി അതൊരു ഭയമാണ്. രോഗഭീതി കൂടിയാൽ കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. ഞാൻ രോഗഭീതിയുള്ള ഒരാളാണ്. അതുകൊണ്ട് നിസ്സാരമായ ചില കാര്യങ്ങളിൽ പോലും ഞാൻ വളരെ ശ്രദ്ധ ചെലുത്തും. രോഗഭീതി ഇല്ലാത്ത മനുഷ്യരുണ്ട്. അവർക്ക് എന്ത് സംഭവിച്ചാലും അവർ മൈൻഡ് ചെയ്യത്തില്ല. അത് മുള്ളു കൊണ്ടെടുക്കേണ്ടത് തൂമ്പ കൊണ്ടെടുക്കേണ്ടി വരും. എന്നാൽ രോഗഭീതി കൂടിയാലും പ്രശ്നമാണ്. എപ്പോഴും രോഗത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക, എപ്പോഴും അസുഖങ്ങളെപ്പറ്റി ചിന്തിക്കുക, അതിൻ്റെ സിംറ്റംസിനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുക ഒക്കെ ചിന്തിച്ചാൽ നമുക്കതൊരു ദോഷകരമാവും. എന്നാൽ ഒട്ടും ചിന്തിക്കാതിരിക്കുന്നതും അപകടകരമാണ്. അങ്ങനെ ഏത് കാര്യത്തെപ്പറ്റി നമുക്ക് വരാനിരിക്കുന്ന ഒരു ആപത്ത്, ഒരാൾ നമ്മളെ വഴി തടഞ്ഞ് അടിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് നേരത്തെ മുൻകൂട്ടി അറിയാമെങ്കിൽ ആ വഴിയെ പോകാതിരിക്കുകയോ അല്ലെ ആളെ കൂട്ടി പോവുകയോ ചെയ്യുക. അതിന് അവിടെ നിർഭയത്വം കാണിച്ച് കയറി വീഴുകയല്ല വേണ്ടത്. നമ്മളതിൻ്റെ മുൻകരുതലെടുക്കണം. അങ്ങനെ മുൻകരുതലെടുത്ത് ജീവിക്കണം. ഭയം നല്ലതാണ്, ഭയമില്ലായ്മയും നല്ലതാണ്. അത് അതിൻ്റേതായ രീതിയിൽ പ്രയോഗിച്ചാൽ രണ്ടും നല്ലതാണ്. ഒട്ടും ഭയമില്ലാതിരിക്കുന്നതും എപ്പോഴും ഭയമുള്ളതും ദോഷകരമാണ്. രണ്ടും സന്തുലിതമായിരിക്കണം. ആവശ്യമായ കാര്യത്തിൽ ഭയക്കണം, അനാവശ്യമായ കാര്യത്തിൽ ഭയക്കരുത്. അത് കണ്ടെത്തി ഭയക്കാതിരിക്കുകയും ഭയക്കുകയും ചെയ്യണം. നന്ദി, നമസ്കാരം.